നമസ്കാരം. ട്രിപ്പിൾ സൺ അവർ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വെള്ളിയാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അങ്ങനെ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട്. മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം പതിവ് പോലെ ഞാൻ ടെറസിൻ്റെ മേലെ കയറി ചെടികൾക്കൊക്കെ വെള്ളം കൊടുത്തിട്ടുണ്ട്. വെള്ളം കൊടുത്തിട്ട് അങ്ങനെ അവിടെ നിന്നപ്പോഴാണ് നമ്മുടെ റംബുട്ടാനിൽ കായൊക്കെ നിൽക്കുന്നത് കണ്ടത് കേട്ടോ. ഇവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ റംബുട്ടാൻ നിറയെ കായ്ച്ച് നിൽക്കുകയും നല്ല ചുവന്ന് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇപ്രാവശ്യം കായില്ലെന്നാണ് വിചാരിച്ചേട്ടോ. മഴയൊക്കെ പെയ്തതല്ലേ, അപ്പോൾ കായൊക്കെ കുഞ്ഞായിട്ട് വന്നപ്പോൾ തന്നെ അതൊക്കെ തൊഴിഞ്ഞു പോയായിരുന്നു. അങ്ങനെ അവിടെ നിന്നപ്പോഴാണ് ടെറസിൻ്റെ മേലേക്ക് ഒന്ന് തൂക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നു ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന്. ഇനിയിപ്പോൾ ചിങ്ങമൊക്കെ വരാറായില്ലേ, അപ്പോൾ നമ്മളെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാതെ കുറേശ്ശെ എല്ലായിടവും വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ടെറസിൻ്റെ മേലെയാണെങ്കിൽ ഇത് പഴയൊരു ദിവാൻ കോട്ടാണ്. അങ്ങനെ പഴയ ദിവാൻ കോട്ടും പഴയ കസേരകളും ഒക്കെ ടെറസിൻ്റെ മേലെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ 2 ടയർ ഞാൻ നേരത്തെ എടുത്ത് ഇവിടെ വെച്ചിട്ടുള്ളതാണ്. ചെടിയൊക്കെ നടാമെന്നും പറഞ്ഞ് കൊണ്ടുവച്ചതാണ്. അപ്പോഴാണ് ഇവിടെ മുകളിൽ ഷീറ്റൊക്കെ ഇട്ടത്. അപ്പോൾ ഷീറ്റൊക്കെ ഇട്ടപ്പോൾ പിന്നെ അതിൽ ചെടി നടണ്ടെന്ന് വിചാരിച്ചു. താഴെ കൊണ്ടുപോയി മണ്ണൊക്കെ നിറച്ച് ചെടി നടാമെന്നൊക്കെയാണ് കരുതിയത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതുപോലെ തുണിയൊക്കെ നിറച്ച് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. വേറെ ഒട്ടിച്ചും തെച്ചൊന്നും വെച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ അത് പഴയ തുണിയൊക്കെ എടുത്ത് വെച്ച് മോൻ്റെ ഒരു ഊഞ്ഞാലിൻ്റെ കുഷൻ പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ച് ഒരു ലുങ്കിയൊക്കെ എടുത്ത് അതിലിട്ട് അങ്ങനെ അത് കുഷൻ ഒരു ചെയർ പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ തൂത്ത് വൃത്തിയാക്കിയതിനൊക്കെ ശേഷം ഞാനും എൻ്റെ ചേട്ടത്തിയും കൂടി ഒരു ചടങ്ങുണ്ടായിരുന്നു. അങ്ങനെ ആ ചടങ്ങിനൊക്കെ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് ഈ ഒരു കാ കണ്ടത് കേട്ടോ. ഇതിനെ ഇവിടെ ചെറി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയുന്നത്? കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ കാ പഴുക്കുന്ന സമയത്ത് ഇത് വയലറ്റ് നിറത്തിലാവും കേട്ടോ. പിന്നെ ഇത് കഴിച്ചാൽ നാക്കിലൊക്കെ ആ വയലറ്റ് കളറാകും. ഇത് നിങ്ങളുടെ നാട്ടിലുണ്ടോ? നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയുന്ന പേര്? കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ 3 പന്നികൾ നിൽക്കുന്നു. പന്നിയെ കണ്ടതും വീട്ടിനകത്ത് തന്നെ നിന്നു കേട്ടോ. ഞാൻ പേടിച്ച് ഞാൻ പിന്നെ പുറത്തോട്ടേ ഇറങ്ങിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.